നമസ്കാരം, സ്ട്രൈക്ക് ടോക്കറാണ്. എക്സിറ്റ് പോളുകൾ പുറത്തു വന്നപ്പോൾ മുതൽ വലിയ പ്രതീക്ഷയിലാണ് BJP ക്യാമ്പ്. കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കുറഞ്ഞത് കേരളത്തിൽ 2 സീറ്റുകളെങ്കിലും BJP നേടുമെന്ന് എക്സിറ്റ് പോളുകൾ പറയുമ്പോൾ അത് നിയമവും കഴക്കൂട്ടവുമാകുമെന്ന ഉറപ്പിലാണ് തിരുവനന്തപുരത്തെ പ്രവർത്തകർ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ LDFിൽ നിന്നും തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കാൻ കഴിഞ്ഞത് അത് കോർപ്പറേഷൻ വാർഡുകളിൽ മാത്രമായുള്ള 2 മണ്ഡലങ്ങളിലും ആവർത്തിക്കാൻ കഴിയുമെന്നാണ് അവരുടെ പ്രതീക്ഷ. തെരഞ്ഞെടുപ്പ് വിജയത്തിനായി ഒരു സംഘം RSS പ്രവർത്തകർ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയ ദീർഘകാല പദ്ധതിയാണ് ഈ ആത്മവിശ്വാസത്തിന്റെ കാരണം. ഈ ശാഖ എന്ന പേരിൽ ആരംഭിച്ച ഓൺലൈൻ കൂട്ടായ്മയാണ് വർഷങ്ങൾ നീണ്ട ആസൂത്രണത്തിന് ചുക്കാൻ പിടിച്ചത്. BJPക്ക് അടിത്തറയുള്ള മണ്ഡലങ്ങളിൽ രാജീവ് ചന്ദ്രശേഖറും V മുരളീധരനും BJPക്ക് അവതരിപ്പിക്കാവുന്ന മികച്ച സ്ഥാനാർത്ഥികളാണെങ്കിലും അവസാന നിമിഷം വിജയം കൈവിട്ടു പോകുന്ന BJPയുടെ പ്രവർത്തന ശൈലി മാറ്റുക എന്നതായിരുന്നു ഇവരുടെ പ്രധാന വെല്ലുവിളി. വിദേശത്ത് ജോലി ചെയ്യുന്നവരടക്കമുള്ള സാങ്കേതിക വിദഗ്ധരും പ്രൊഫഷണലുകളും അടങ്ങുന്ന ഒരു സംഘം RSS പ്രവർത്തകർ കേരളത്തിൽ BJP അധികാരത്തിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ 10 വർഷം മുൻപാണ് തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചത്. ആദ്യപടിയായി അവർ RSSന്റെ ഓൺലൈൻ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും വോളണ്ടിയർമാരെ കണ്ടെത്തി തിരുവനന്തപുരത്തെ ഓരോ വാർഡുകളിലെയും ബൂത്തുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തനങ്ങൾ നടത്തി. ഗൾഫിൽ നിന്നുള്ള പ്രൊഫഷണലുകൾ ദീർഘകാല അവധിക്ക് നാട്ടിലെത്തിയാണ് പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചത്. ഇതിന്റെ തുടർച്ചയായി ഒരു ഇലക്ഷൻ മാനേജ്മെന്റ് സിസ്റ്റം തയ്യാറാക്കിക്കൊണ്ടാണ് ഇവർ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് നേരിട്ടത്. ഇതിനായി വൻ തുക ചെലവഴിച്ച് ഓരോ വാർഡിലെയും വോട്ടർമാരുടെ ജാതി മത ലിംഗ അടക്കമുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തി ഇലക്ഷൻ മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ തയ്യാറാക്കി. തിരുവനന്തപുരത്തെ മുതിർന്ന RSS നേതാക്കളാണ് പദ്ധതിയുടെ ബുദ്ധികേന്ദ്രം. ഗൾഫ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന RSSുകാരനായ ടെക്നോക്രാറ്റ് സജീവ് S നായരാണ് ഇത് ഏകോപിപ്പിച്ച് നടപ്പിലാക്കിയത് എന്നാണ് സൂചന. ന്യൂയോർക്കിലുള്ള ചില ഇന്ത്യൻ ടെക്കുകളാണ് ഇലക്ഷൻ മാനേജ്മെന്റ് സിസ്റ്റം അടക്കമുള്ള സോഫ്റ്റ്വെയർ രൂപകൽപ്പന ചെയ്തത്. എന്നാൽ പ്രവർത്തനങ്ങൾ രഹസ്യ സ്വഭാവത്തിലായതിനാൽ ഈ വിവരങ്ങളൊന്നും പുറത്തു വന്നില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് RSSന്റെ നേതൃത്വത്തിൽ എല്ലാ ബൂത്തുകളെയും ഏകോപിപ്പിച്ചുകൊണ്ട് 500ഓളം പ്രൊഫഷണലുകളാണ് പ്രവർത്തിച്ചിരുന്നത്. ഇതേ മാതൃകയാണ് ഈ തെരഞ്ഞെടുപ്പിലും ആവർത്തിച്ചത്. കോർപ്പറേഷനിലെ വിജയത്തോടെ ഈ സോഫ്റ്റ്വെയർ കഴക്കൂട്ടവും നിയമവും അടക്കമുള്ള ചില നിയമസഭാ മണ്ഡലങ്ങളിൽ ഉപയോഗിച്ചു. മുമ്പ് 4 വാർഡുകൾ മാത്രമുണ്ടായിരുന്ന കഴക്കൂട്ടത്ത് ഇത്തവണ BJPക്ക് 14 വാർഡ് ആയതിന് പിന്നിലെ പ്രവർത്തനമാണ് ഇതിന് പ്രചോദനമായത്. എന്നാൽ സാധാരണ BJP പ്രവർത്തകർക്ക് പോലും ഇക്കാര്യം അജ്ഞാതമായിരുന്നു. സാധാരണ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി മാസങ്ങൾക്ക് മുമ്പേ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതാണ് ഇവരുടെ രീതി. ഓരോ ബൂത്തിലെയും വോട്ടർമാരുടെ ഡേറ്റ ശേഖരിച്ച് അവരുടെ വോട്ട് BJPയിലേക്ക് എങ്ങനെ എത്തിക്കാം എന്നതിന് കാര്യങ്ങൾ കൃത്യമായി രൂപരേഖയാണ് തയ്യാറാക്കിയത്. ഇതിന്റെ പ്രവർത്തനത്തിന് വേണ്ട സാമ്പത്തികമടക്കമുള്ളവ കണ്ടെത്തിയത് RSS പ്രവർത്തകരിൽ നിന്ന് തന്നെ ആയതിനാൽ ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം രഹസ്യമാക്കി വെക്കാൻ അവർക്ക് കഴിഞ്ഞു. ഓരോ ബൂത്തിലെയും രാഷ്ട്രീയ വോട്ടുകളും അനുഭാവ വോട്ടുകളും കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് സോഫ്റ്റ്വെയർ ഉപജ്ഞാതാക്കളുടെ അവകാശവാദം. ഓരോ ബൂത്തിലെയും BJP അനുഭാവികളായ ആളുകൾ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി ബൂത്തിലെത്തുന്നുണ്ടോ എന്ന് മോണിറ്റർ ചെയ്യുന്നതിനും സോഫ്റ്റ്വെയർ സഹായമാകുമെന്നാണ് കണക്കാക്കുന്നത്. എല്ലാ വിവരങ്ങളും കൃത്യമായി മോണിറ്റർ ചെയ്തുകൊണ്ട് BJPക്ക് വോട്ട് ചെയ്യാൻ സാധ്യതയുള്ള എല്ലാ ആളുകളെയും ബൂത്തിലെത്തിക്കുന്നതിൽ പ്രവർത്തകർ വിജയിച്ചു എന്നാണ് കരുതപ്പെടുന്നത്. കഴക്കൂട്ടത്തും നേമത്തും RSS പ്രവർത്തകർക്ക് വേണ്ടി മാത്രമായി തയ്യാറാക്കപ്പെട്ട പ്രത്യേക തരത്തിലുള്ള ഡാറ്റാബേസ് വിതരണം ചെയ്തു എന്നതിൻ്റെ സൂചനകളുണ്ട്. എന്നാൽ നിലവിലെ പാർട്ടി സാഹചര്യങ്ങൾക്കതീതമായി രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കുന്നതിനാൽ ഇവരുടെ പ്രവർത്തനങ്ങളെപ്പറ്റിയോ ഇവർ പ്രവർത്തിച്ച മറ്റു മണ്ഡലങ്ങളെപ്പറ്റിയോ ഉള്ള കൃത്യമായ വിവരങ്ങൾ ലഭ്യമല്ല. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലിലൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഈസ് സ്ട്രൈക്ക് ടോക്കർ സൈനിങ് ഓഫ്.